അങ്ങനെ 3 ദിവസത്തെ ബാംഗ്ലൂർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഗൈസ്. വീട്ടിൽ വന്നപ്പോഴേക്കും യവന്മാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ഇവിടെ എലികളുണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവന്മാരെ ട്രാപ്പ് ചെയ്യാനായിട്ട് പല പല ട്രാപ്പുകളും ഞാൻ നോക്കി, പശ വെച്ച് നോക്കി, വിഷം വെച്ച് നോക്കി, എന്നിട്ടും ഒരു രക്ഷയില്ല. അവസാനം എലിപ്പെട്ടി തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചു. അങ്ങനെ കടയിൽ പോയിട്ട് എലിപ്പെട്ടി വാങ്ങിച്ചു. ഏകദേശം 300 രൂപയാണ് ഇപ്പോഴത്തെ എലിപ്പെട്ടിയുടെ വില. 300 രൂപയല്ല, നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഇവന്മാർ അടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ഞാനൊരു അഹിംസാവാദിയാണ്, അതുകൊണ്ട് കൊല്ലണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും അവന്മാരെ പിടിക്കണം. എപ്പോഴും ഇവന്മാർ അടുക്കളയിലായിരിക്കും വരുന്നത്. അടുക്കളയിലായിരിക്കുമല്ലോ ഇവന്മാരുടെ ഭക്ഷണ സാധനങ്ങളുണ്ടാകും. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ, അതില്ല. ഇവന്മാർ അവിടെ മുഴുവൻ കിടന്ന് നശിപ്പിച്ച് കളയും. എല്ലാ ദിവസവും പാത്രം 2-3 തവണ കഴുകണം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. ആ പാത്രത്തിൽ തന്നെ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേഗ് അങ്ങനെയുള്ള മാരക രോഗങ്ങളും നമുക്കെത്തും. അപ്പം അഹിംസവാദി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൊല്ലേണ്ടവനെ കൊല്ലണം. എന്തായാലും പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് എലിപ്പെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ എലിക്കുട്ടന്മാർക്ക് ഏറ്റവും ഇഷ്ടം കപ്പയാണെന്ന് ആ കടക്കാരൻ പറഞ്ഞു. അതുകൊണ്ട് വരുന്ന വഴിക്ക് പച്ചക്കറി കടയിൽ കയറി ഒരു ചെറിയ കഷ്ണം കപ്പയും വാങ്ങി. ഇനി അവന്മാരെ പൂട്ടണം. അതുകൊണ്ട് കപ്പയുടെ തൊലിയൊക്കെ മാറ്റി അവന്മാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ കപ്പ റെഡിയാക്കിയെടുത്തു. ഇനി പതുക്കെ ഈ കപ്പയെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കണം. പുതിയതായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ടൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടിപ്പട്ടാളത്തെയും സഹായത്തിന് വിളിച്ചു. എനിക്ക് പേടിയായിരുന്നു, കാരണം അത് അടഞ്ഞ് അവരുടെ കയ്യിലെങ്ങാനും വന്നിടിച്ചു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് അവരോട് അടുത്തിരിക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കപ്പ് വെക്കുന്നു, കപ്പ് കഴിക്കാൻ അവൻ വരുന്നു, ആ കമ്പി തട്ടുന്നു, കൂട് അടയ്ക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ പല വീടുകളിലും എലിശല്യം വളരെ കുറവാണ്. ഉള്ള വീട്ടിൽ തന്നെ അങ്ങനെ എലിയെ പിടിക്കാനായിട്ട് വേറെ പല പല വഴികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എലിപ്പെട്ടി വളരെ കുറവാണ്. പക്ഷേ എൻ്റെ കുട്ടികൾ ആദ്യമായിട്ടാണ് ഈ എലിപ്പെട്ടി എന്ന് പറയുന്ന സാധനം കാണുന്നത്. അവർ ചോദിച്ചു ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അവരെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നമ്മളിത് വെക്കുമ്പോൾ എലി അതിൻ്റെ അകത്തോട്ട് കയറും. അതിൻ്റെ ഇടയ്ക്ക് അവരൊന്ന് ട്രൈ ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് അടഞ്ഞു. ഋത്തുവിൻ്റെ കൈ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ല. അങ്ങനെ കുട്ടികളെ അവരെ ഏൽപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാൻ പോയി നോക്കി, അടഞ്ഞു മാത്രം കണ്ടു. ഞാൻ വിചാരിച്ചു അവനെ കാണാനില്ല. പിന്നെ പതുക്കെ നോക്കിയപ്പോഴേക്കും മനസ്സിലായി ഒരുത്തൻ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ കളിക്കുന്ന എലികളോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. തമ്പി മയിൽവാഹന തലയില്ലടാ, തലയെടുക്കറവ്.